നമസ്കാരം. ഇവിടുത്തെ മാധ്യമങ്ങളിൽ അന്തിച്ചർച്ചകളിലിരുന്നും ചില പൊതുവേദികളിലുമൊക്കെ ഇരുന്ന് സംഘപരിവാരങ്ങളെയും ബി ജെ പിയെയും രാഷ്ട്രീയവാദികളെയും ഒക്കെ പിന്തുണച്ചും അവർക്ക് വേണ്ടി ഓശാന പാടിയും അവരെയൊക്കെ ന്യായീകരിച്ചുമൊക്കെ നടക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെ കഴിഞ്ഞ ദിവസം പി വി അൻവർ എം എൽ എ വെല്ലുവിളിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. പിന്നെ എന്താണ് സംഭവിച്ചത്? പി വി അൻവറിനെ വെല്ലുവിളിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് മുഹമ്മദ് ഷിയാസ്, എറണാകുളത്തെ ഡി സി സി പ്രസിഡന്റാണ്, രംഗത്തേക്ക് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. സത്യത്തിൽ ആ കാഴ്ച കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, അതായത് രാഹുൽ ഗാന്ധിയൊക്കെ വളരെ വഷളൻ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള 24 മണിക്കൂറും കോൺഗ്രസിനെ വല്ലാതെ കടന്നാക്രമിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരന് പിന്തുണയ്ക്കാൻ കഴിയുക? പ്രത്യേകിച്ച് ഒരു ഡി സി സി പ്രസിഡന്റിന് പിന്തുണയ്ക്കാൻ കഴിയുക? അതായത് ഇവിടുത്തെ ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും എതിർക്കുന്ന, ഇവിടുത്തെ ഭൂരിഭാഗം കോൺഗ്രസ്സുകാരും വലിയ ഒരു മാലിന്യ ടാങ്കായി കണക്കാക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെ എങ്ങനെയാണ് പ്രവർത്തകരുടെ പോലും വികാരം കണക്കിലെടുക്കാതെ ഒരു ഡി സി സി പ്രസിഡന്റിന് പിന്തുണയ്ക്കാൻ കഴിയുക എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ഷിയാസിൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് കയറി നോക്കാൻ തോന്നിയത്. അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ വിഷയത്തിൽ ഷിയാസിന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു പിന്തുണയുമില്ല എന്ന് തെളിയിക്കുന്ന കമൻറ്റുകളൊക്കെ ഞാനിപ്പോൾ തന്നെ എന്തായാലും കാണിക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു വെക്കട്ടെ. അതായത് നമുക്കറിയാം, അതായത് ഇന്ന് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം, അതായത് കോൺഗ്രസ് മൂത്താൽ സംഖ്യയാണ് എന്നുള്ളതാണ്. ആ ആരോപണത്തെ മറികടക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇത്തരത്തിലുള്ള മുഹമ്മദ് ഷിയാസിനെ പോലുള്ള, രമ്യ ഹരിദാസിനെ പോലുള്ള, ഡീൻ കുര്യാക്കോസിനെ പോലുള്ള ആളുകളൊക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, അതൊക്കെ ശക്തിപ്പെടുത്തുകയാണ്. അതായത് ഈ ഇത്തരം ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കൊക്കെ ആ ചർച്ചകളെ വഴിതിരിച്ചു വിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, മറുനാടൻ മലയാളിയിലെ ഷാജൻസ്കറിയാം നിരവധി വർഗീയവാദം പറഞ്ഞുകൊണ്ട്, നിരവധി ആളുകളെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ട്, ഇസ്ലാമുകളെ ഇസ്ലാമിസ്റ്റാക്കി ചിത്രീകരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ, മല്ലികാർജ്ജുൻ ഖർഗെയെ ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബി ജെ പി ഏജന്റായിട്ടുള്ള അയാൾക്കെതിരെ പി വി അൻവർ അന്ന് പടപെട്ടാൻ രംഗത്തിറങ്ങിയപ്പോൾ രമ്യ ഹരിദാസൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് ഈ പറയുന്ന ഷാജൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിലിട്ട പോസ്റ്റൊന്നും ആരും മറന്നിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു പിന്തുണ കൊടുത്തതിൻ്റെ ഫലമായിട്ട് രമ്യ ഹരിദാസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനം പോലും പോകുന്ന സാഹചര്യമുണ്ട്. അവസാനം ജനങ്ങൾ തോൽപ്പിച്ചൊരു മൂലക്കിരുത്തുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് എന്താണ് കേൾക്കുന്നത്? അതായത് കോൺഗ്രസിൽ നിന്നൊരു എം പി ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്നൊരു വാർത്ത പരക്കെ പരക്കുന്നു. അപ്പോൾ എന്താണ് ഡീൻ കുര്യാക്കോസ് ചെയ്യുന്നത്? ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി അദ്ദേഹത്തിന് കമൻ്റ് ഇട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് ഓണാശംസ നേർന്നിരിക്കുന്നു. അതും വാർത്തയിൽ ഇടം നേടുകയാണ്. അതായത് ബി ജെ പി അധ്യക്ഷന് ആശംസ നേർന്ന് ഡീൻ കുര്യാക്കോസ്, ഒരു എം പി പോകുമെന്ന് വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ്, ഇങ്ങനെ ഒരു കമൻറ്റ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് വരുന്നു. പിന്നെന്താണ് കാണുന്നത്? ഈ ഷിയാസ് ഇതുപോലെ അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. അപ്പോൾ ഈ കോൺഗ്രസിനകത്തുള്ള ഇത്തരം ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങൾ അത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓർക്കുന്നില്ലേ, പണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ ഒരു പ്രതികരണം, RSS ശാഖയ്ക്ക് താൻ കാവൽ നിന്നിട്ടുണ്ട് എന്ന പ്രതികരണം. ആ പ്രതികരണം ഇന്നും കോൺഗ്രസിനെ വേട്ടയാടുന്നില്ലേ? എന്തിന്? RSS നടത്തിയ പരിപാടിയിൽ, അതായത് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ നിന്ന് വി.ഡി. സതീശൻ ഒരു തിരി കത്തിക്കുന്ന, ഒരു നിലവിളക്കിൽ തിരി കത്തിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ല. ഇന്നും അത് വലിയ രീതിയിൽ വി.ഡി. സതീശനെയും ഈ പാർട്ടിയൊക്കെ വേട്ടയാടുന്നില്ല. അപ്പോൾ സംഘികൾക്ക് കോൺഗ്രസിനെ പിടിച്ചു കൊടുക്കുന്ന ചില നിലപാടുകൾ ചില ആളുകളൊക്കെ സ്വീകരിക്കുകയാണ്. അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വല്ലാത്ത രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പി വി അൻവർ നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടത്തിന് ശക്തി പകരുകയാണ് വേണ്ടതെന്ന് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ശബ്ദം ഉയർന്നു കേൾക്കുന്നു. എന്തായാലും ഡി സി സി പ്രസിഡന്റായിട്ടുള്ള ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വാർത്തയിൽ ഇടം നേടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു പ്രകടനമാകാം. ആ പ്രകടനത്തിന് എത്ര വലിയ വിമർശനങ്ങളാണ് ഉയരുന്നതെന്ന് നമുക്ക് എന്തായാലും ഒന്ന് നോക്കിക്കാണാം. അൻവർ ഇത് എറണാകുളമാണ്, കൊണ്ടുവരുന്നതെല്ലാം തലയിൽ ചുമന്ന് നിലമ്പൂരിലേക്ക് പോകേണ്ടി വരും എന്ന ക്യാപ്ഷനോട് കൂടിയാണ് മുഹമ്മദ് ഷിയാസ് തൻ്റെ ഫേസ്ബുക്കിൽ പി വി അൻവറിനെ വിമർശിച്ചുകൊണ്ടും അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ടുമുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ആ വീഡിയോയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളിൽ കോൺഗ്രസ്സുകാരുണ്ട്, നിഷ്പക്ഷരായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഹമ്മദ് ഷിയാസിൻ്റെ പ്രതികരണത്തിനെതിരെയുള്ള വലിയ വിമർശനങ്ങളാണ്, അപക്വമായ പ്രതികരണമാണ്. ഇത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് കാണുന്നത്. അതിൽ നിന്ന് ഏകദേശം 545ഓളം കമൻറ്റുകളുണ്ട്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത, അതായത് 98% കമൻറ്റുകളും പ്രതികൂലമാണ്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത പല കമൻറ്റുകളുമാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ചില കമൻറ്റുകളൊക്കെ വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അസഭ്യവർഷങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. മാലിക് വെട്ടിക്കുന്ന് എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഇന്ന് കോൺഗ്രസിൻ്റെ പ്രതീക്ഷയും ചാലകശക്തിയും രാഹുൽ ഗാന്ധിയാണ്.
കോൺഗ്രസ് ഒരു തിരിച്ചുവരവിൻ്റെ സൂചന കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ അധ്വാനവും വിയർപ്പുമാണ്. ഈ കഴിഞ്ഞ ആഴ്ച പോലും അദ്ദേഹത്തെ അതിരൂക്ഷമായി വ്യക്തിഹത്യ നടത്തിയവനാണ് മറുനാടൻ. പലപ്പോഴും അതിനേക്കാൾ രൂക്ഷമായി പരിഹസിച്ചവനാണ് ജയശങ്കർ. സ്വന്തം നേതാവിനെ ഇവർ രണ്ടുപേരും പരിഹസിച്ചപ്പോൾ പൊള്ളാത്തവർ ഇപ്പോൾ അവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നതിൽ വലിയ തമാശയുണ്ട് എന്ന് അദ്ദേഹം ഒരു കമൻ്റായിട്ട് ഇട്ടിരിക്കുന്നു. വളരെ കാമ്പുള്ള ഒരു കമൻ്റ് തന്നെയാണ്. വലിയ ചോദ്യങ്ങൾ തന്നെയാണ്, വലിയ ചോദ്യചിഹ്നങ്ങൾ തന്നെയാണ് ആ കമൻ്റ് ഉയർത്തുന്നത്. അതായത് നിരവധി തവണ ഇത്തരത്തിൽ കോൺഗ്രസിനെ മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ വിമർശിച്ചപ്പോഴും അല്ലെങ്കിൽ ജയശങ്കർ വിമർശിച്ചപ്പോഴും ഒന്നും DCC പ്രസിഡന്റിനെ ഒന്നും നമ്മൾ കളത്തിൽ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവരെ വിമർശിക്കുന്നവർക്കെതിരെ ഒരാൾ പടവെട്ടാൻ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ആ പോസ്റ്റ് ഉയർത്തുന്നത്. സലാം എന്ന് പറയുന്ന പ്രവർത്തകൻ്റെ കമൻറ്റ് ഇങ്ങനെ പോകുന്നു: ശത്രുവിനെ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും. സങ്കടകരമെന്ന് പറയട്ടെ, ജയശങ്കർ എന്ന കോൺഗ്രസ് ബ്രാക്കറ്റിലെ UDF വിരുദ്ധനെ തിരിച്ചറിയാൻ UDFിൻ്റെ നേതാവിന് കഴിഞ്ഞില്ല. ആദരണീയരായ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പലതവണ തൻ്റെ വളിപ്പൻ ശൈലിയിൽ അപമാനിച്ച കൃസംഗിമാരുടെ ഊർജ്ജ സ്രോതസ്സാണ് ജയശങ്കരൻ. മറുനാടനും ജയശങ്കരനുമൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയപ്പെട്ടവരാവുക എന്നത് രാഷ്ട്രീയത്തിലെ ബോധമില്ലായ്മ എന്നല്ലാതെ മറ്റെന്താണ്? കൃസംഗി ഭീകരതയെ താലോലിക്കുന്നതല്ല, ശക്തിയുക്തം എതിർക്കുക എന്നതാകണം UDF രാഷ്ട്രീയം. അൻവർ ജയശങ്കറിനെ മലാഭിഷേകം നടത്തിയാലെന്ത്, ഇല്ലെങ്കിലെന്ത്? ഏറ്റെടുക്കേണ്ട ഒരു സാധനമേ അല്ല ശങ്കരൻ എന്നുള്ളത് മിനിമം അറിവ് മാത്രമാണ്. അതില്ലാതെ പോവുക എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. അത് വളരെ മികച്ച ഒരു കമൻ്റായിട്ട് എനിക്ക് തോന്നി. സത്യമാണ്. അതായത് PV അൻവറും ജയശങ്കറും തമ്മിലുള്ള ഈ യുദ്ധത്തിനിടയിൽ എന്തിനാണ് UDF പ്രത്യേകിച്ച് രംഗത്തേക്ക് ഇറങ്ങുന്നത്? UDFിൻ്റെ ശത്രുവാണ് ജയശങ്കർ. എന്നിട്ടും UDFിൻ്റെ ശത്രുവിനെ, സംഘപരിവാരങ്ങളുടെ ഊർജ്ജ സ്രോതസ്സിനെ സംരക്ഷിക്കാൻ എന്തിനു വേണ്ടി ഈ ഷിയാസ് ഇറങ്ങുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അടുത്ത ഒരു ഷാനവാസ് എന്ന് പറയുന്ന ഒരാളുടെ പ്രതികരണം: അപക്വമായ സ്റ്റേറ്റ്മെൻറ്റ്, ഷെയിം. ഇതിൻ്റെയൊക്കെ ക്ഷീണം കോൺഗ്രസിനാണെന്ന് പറയുന്നു. ഷിഹാബ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു: പണ്ട് ആലത്തൂർ MP ഒന്ന് മറുനാടനെ പിന്തുണച്ചതേ ഓർമ്മയുള്ളൂ, പിന്നെ പാർലമെൻറ്റ് കാണാൻ പറ്റിയില്ല എന്ന് പറയുന്നു. KM സഹൽ എന്ന് പറയുന്ന ഒരാളുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഷിയാസ്, ഈ നിലപാടിന് പിന്നീട് ഖേദിക്കേണ്ടി വരും. മറുനാടൻ വിഷയത്തെ പിന്തുണച്ച പെങ്ങളൂട്ടിയെ പോലെ എറണാകുളത്ത് സംഘടനയെ ചലിപ്പിക്കുന്ന കർമ്മനിരതനായ DCC പ്രസിഡന്റാണ് താങ്കൾ. ശങ്കറിനെ പോലുള്ള വർഗീയ വിഷയങ്ങളെ ചുമക്കേണ്ട ആവശ്യം കോൺഗ്രസിനോ UDFിനോ ഇല്ല. അൻവറിൻ്റെ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. അയാൾ ഉയർത്തിക്കൊണ്ടുവന്ന ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം നിങ്ങൾക്കെന്താ സീരിയസ് കൺസേൺ ആവാത്തത്? ഇനിയെങ്കിലും നിലപാടെടുക്കുമ്പോൾ 2 തവണ ആലോചിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. അൻവർ വളരെ ഗുരുതരമായ പല കാര്യങ്ങൾ ഉയർത്തുമ്പോഴും അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ ഇത്തരം സംഖ്യകൾക്ക് പുറകെ പോകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. മറ്റ് ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: ടൈം ലൈനിൽ സ്ഥിരതയോടെ നിന്ന് പോകുവാനുള്ള ഷിയാസിൻ്റെ ശൈലി ഇക്കാര്യത്തിൽ വേണ്ടായിരുന്നു. ഒരു പരനാറിയെ സംഖ്യയെ സഹായിച്ചുകൊണ്ട് നേരം വെളുപ്പിക്കുന്നത് നാശത്തിനാണ് നേതാവേ എന്ന് ഒരാളിട്ടിരിക്കുന്ന കമൻറ്റ്. അല്ലെങ്കിലും നമുക്കറിയാം, ഷിയാസ് പലപ്പോഴും വാർത്തകളിൽ ഇടം നേടാൻ പല രീതിയിലുള്ള പല പ്രതികരണങ്ങളുമൊക്കെ നടത്താറുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇത് ഷിബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: അതിപ്പോൾ KPCC പ്രസിഡന്റും ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടല്ലോ, DCC പ്രസിഡന്റ് ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നതിൽ എന്താ തെറ്റ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഷിയാസ് ഇത്തരത്തിൽ ഒരു കമൻറ്റ് രേഖപ്പെടുത്തി വന്നപ്പോൾ പഴയ പല KPCC പ്രസിഡന്റ് K സുധാകരനൊക്കെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങളൊക്കെ പൊടി തട്ടി വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു കണ്ടു. ഇതൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ തന്നെ ഒരു ദോഷം ചെയ്യും. ഷിയാസ് നടത്തിയിരിക്കുന്ന പ്രതികരണം കോൺഗ്രസിനെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അടുത്തതായി ഇങ്ങനെയാണ് സുലൈ എന്ന് പറയുന്ന ഒരാളിടുന്നത് ഇങ്ങനെയാണ്: ഷിയാസ്, നിനക്കറിയുമോ, പൊന്നാനിയിലെ ഒരു പാവം സഹോദരി കാക്കിക്കുള്ളിലെ കാവിയണിഞ്ഞ കപാലികരായ പോലീസുകാരാൽ ആക്രമിക്കപ്പെട്ടു. ആ കുടുംബത്തിന് സംരക്ഷണം നൽകാൻ ഒരുത്തനെയും കണ്ടില്ല. നിന്റെ പാർട്ടിയുടെ പ്രവർത്തകർ പൊന്നാനിയിലുണ്ടല്ലോ, എന്നിട്ടും ആ സഹോദരിക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ പറ്റിയോ? അവർ താമസിക്കുന്ന വീട് വിട്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സംഘി പോലീസിൻ്റെ ഭീഷണി കാരണം. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന ഇത്തരം തെമ്മാടികൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കാൻ അത്തരത്തിൽപ്പെട്ട തെമ്മാടികൾക്കേ കഴിയുകയുള്ളൂ എന്ന് പറയുന്നു. അടുത്തൊരാൾ ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: യുനസ് എന്ന് പറയുന്ന ആൾ പറയുന്നു: ശങ്കരൻ വക്കീൽ രാഷ്ട്രീയ നിരീക്ഷകനാണ് പോലും. ശങ്കരനെതിരെയുള്ള യുനസ് എന്ന് പറയുന്ന ഒരാൾ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ശങ്കരൻ വക്കീൽ രാഷ്ട്രീയ നിരീക്ഷകനാണ് പോലും. ശങ്കരനെതിരെയുള്ള അൻവർ MLAയുടെ ഭീഷണി ചെറുക്കാൻ എറണാകുളത്ത് ഇയാളുടെ ആളുകൾ രംഗത്തിറങ്ങും പോലും. മുസ്ലിം സമുദായത്തെ തുടർച്ചയായി അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ശങ്കരനോടുള്ള ഇയാളുടെ സ്നേഹം ദുരൂഹമാണ്. PP ഉമ്മർ കോയയ്ക്കും ആരിഫ് മുഹമ്മദ് ഖാനും ആര്യാടനും ശേഷം ദേശീയ മുസ്ലിം പരിവേഷം നേടാനുള്ള പരിശ്രമം ആണെങ്കിൽ കാര്യമില്ല. ശങ്കരൻ അറിഞ്ഞു നൽകുന്ന സുഡാപ്പി മൂരി മൗദൂദി പട്ടത്തിൽ നിന്നും നിങ്ങളെയും ശങ്കരൻ ഒഴിവാക്കില്ല, 100 തരമെന്ന് പറയുന്നു. ഐരൂപ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളിട്ടിരിക്കുന്ന കമൻറ്റ് വളരെ പ്രസക്തമായ കമൻറ്റാണ്. അതിൽ തനിക്കൊക്കെ എന്തെങ്കിലും രാഷ്ട്രീയ ബോധമുണ്ടോ?
അൻവർ ജയശങ്കറിനെ പറഞ്ഞാൽ അതിന് മറുപടി സംരക്ഷണം കൊടുക്കാൻ താൻ ജയശങ്കറിൻ്റെ പി എ ആണോ, താനൊക്കെ കോൺഗ്രസ് പാർട്ടിയാണെന്ന് ആലോചിച്ചാൽ നന്നെന്ന് പറയുന്നു. സത്യമാണ്. അദ്ദേഹം പി ഒന്നും അല്ലല്ലോ യുദ്ധത്തിൽ പ്രതികരണം രേഖപ്പെടുത്താൻ വേണ്ടി. ജയശങ്കറിനോട് ഒരു വെല്ലുവിളി, ജയശങ്കറിനെതിരെ ഒരു വെല്ലുവിളി പി വി അൻവർ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം അയാൾ പറയും. അത് DCC പ്രസിഡന്റ് പറയേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒത്തിരി കമൻറ്റുകളുണ്ട്. ഞാനൊരു കമൻറ്റ് കൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നജീബ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, ഇവൻ കോൺഗ്രസ് പൊളിക്കാൻ വന്ന ഏജൻ്റാണ്. ഇവനും തീട്ടം ശങ്കരനും സാധാരണ ജനങ്ങളാൽ വെറുക്കപ്പെടും. അത്രമേൽ വർഗീയതയുള്ള വിഷജന്തുക്കൾക്ക് മാത്രമേ ഇവരോട് സഹതാപം വരികയുള്ളൂ. ഇതോടെ PV അൻവർ MLA-ക്ക് ഒന്നുകൂടി സപ്പോർട്ട് കൂടിയെന്നാണ് പറയുന്നത്. അങ്ങനെ നിരവധി കമൻറ്റുകളുണ്ട്. എന്തായാലും മുഹമ്മദ് ഷിയാസിൻ്റെ പ്രതികരണത്തെ വിമർശിച്ചുകൊണ്ടാണ് കമൻറ്റുകൾ വരുന്നത്. മുഹമ്മദ് ഷിയാസിന് അബദ്ധം സംഭവിച്ചു എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. മുഹമ്മദ് ഷിയാസ് PV അൻവറിനെതിരെ നടത്തിയ പ്രതികരണം അത് അപക്വമായ പ്രതികരണമായി പോയി എന്ന് തന്നെയാണ് ഭൂരിഭാഗം കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.